ഞാൻ അരുൺ കൃഷ്ണൻ, സനോജിൻ്റെ മെൻറ്ററാണ്. ഒരു മെൻറ്റർ മെൻറ്റി എന്നതിനപ്പുറം ഒരു ചേട്ടനെയും അനിയനെയും പോലെയായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മെൻറ്റർഷിപ്പ് ജേർണി ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. തൻ്റെ വീഡിയോ മികച്ചതാക്കാൻ സനോജ് വളരെയധികം എഫർട്ട് എടുത്തിരുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് സനോജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു സംഗതി നിങ്ങളെ കാണിക്കാനാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ജീപ്പുകളാണ്. എന്താ വിശ്വാസം വരുന്നില്ലേ? എന്നാൽ നിങ്ങളെയും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ സഹായിക്കാം. ഈ ജീപ്പ് 3D പ്രിൻറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പേടിക്കേണ്ട കാര്യമില്ല, സിമ്പിളായി ഞാൻ പറഞ്ഞു തരാം. 3D പ്രിൻറ്റിങ്ങിൽ പ്രധാനമായി 3 ഘട്ടങ്ങളാണ് ഉള്ളത്: ഡിസൈൻ, സ്ലൈസിങ്, പ്രിൻറ്റിംഗ്. ഡിസൈൻ ചെയ്യുവാനായി ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഞാൻ ഇതിനായി ഉപയോഗിച്ചത് ടിങ്കർകാഡ് എന്ന സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചത്. ഇത് വളരെ സിമ്പിളാണ്, ഫ്രീ ആണ്. 3D പ്രിൻറ്റിങ്ങിനായി ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്നത് STL എന്നൊരു ഫോർമാറ്റാണ്. 3D പ്രിൻറ്റിങ്ങിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ലൈസിങ് എന്നത്. സ്ലൈസിങ് എന്നത് 3D പ്രിൻറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു കാരറ്റിനെ സ്ലൈസ് ചെയ്യുന്നതാണ്, അതായത് ചെറിയതായി അരിയുന്നതാണ്. അതുപോലെ 3D പ്രിൻറ്റിങ്ങിൽ മുറിക്കുന്നതാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. G-കോഡ് എന്ന ഭാഷയാണ് 3D പ്രിൻ്ററിന് മനസ്സിലാകുന്നത്. G-കോഡിലേക്ക് നമുക്ക് വേണ്ട ഡിസൈനെ മാറ്റുന്നതാണ് സ്ലൈസിങ്ങിൽ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് പാരാമീറ്ററുകൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ലെയർ ഹൈറ്റ്, ഇൻഫിൽ, പെരിമീറ്റർ, സ്പീഡ്, സപ്പോർട്ട് എന്നിവയാണ് ചില പ്രധാനപ്പെട്ട പാരാമീറ്ററുകൾ. സ്ലൈസ് ചെയ്യുമ്പോൾ ആകെ പ്രിൻ്റ് ചെയ്യാൻ ആവശ്യമുള്ള സമയവും എത്ര ഫിലമെൻ്റ് വേണം എന്നതെല്ലാം അറിയാൻ പറ്റും. അടുത്ത ഘട്ടമാണ് പ്രിൻറ്റിംഗ്. പല പല പാളികളായി നമുക്ക് വേണ്ട വസ്തുവിനെ പ്രിൻ്റ് ചെയ്യുന്നു. ഇനി ഞാൻ എൻ്റെ ജീപ്പ് എങ്ങനെയാണ് 3D പ്രിൻറ്റിംഗ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതെന്ന് കാണിക്കാം. ആദ്യമായി ഉണ്ടാക്കേണ്ട ഡിസൈൻ ഒരു പേപ്പറിൽ വരച്ച് ഏതെങ്കിലും CAD സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യണം. ഇതിനായി ടിങ്കർകാഡ് സോഫ്റ്റ്വെയറാണ് ഞാൻ ഉപയോഗിച്ചത്. ഇത് വളരെ സിമ്പിളാണ്. ടിങ്കർകാഡ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആണിത്. ഇനി ഇത് STL ആയി സേവ് ചെയ്യുന്നു. അടുത്ത ഘട്ടം സ്ലൈസിംഗ് ആണ്. ഇതിനായി ക്യൂറ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ പാരാമീറ്ററുകൾ തിരഞ്ഞെടുക്കുന്നു. അത് G-കോഡായി സേവ് ചെയ്യുന്നു. ഇത് പ്രിൻ്റ് ചെയ്യാൻ ആകെ എടുക്കുന്ന സമയം 4 മണിക്കൂർ 46 മിനിറ്റാണ്. G-കോഡ് ഒരു മെമ്മറി കാർഡിലാക്കി നമുക്ക് പ്രിൻ്ററിൽ കണക്ട് ചെയ്യാം. നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് ക്രിയാലിറ്റി എൻ്റർ എന്നാണ്. ഇപ്പോൾ പ്രിൻറ്റിംഗ് തുടങ്ങി. പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. പ്രിൻ്റ് ചെയ്ത ജീപ്പിൽ ഒരുപാട് സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് മാറ്റുന്നതാണ് ഇവിടെ കാണുന്നത്.
സപ്പോർട്ട് മാറ്റുന്നതിന് ശേഷം ജീപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഒരു കളർ മാത്രമേ ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ ഭംഗിയാക്കാനായി കളർ ചേർക്കാൻ തീരുമാനിച്ചു. കളർ ഉപയോഗിച്ച് പെയിൻറ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പെയിൻറ് ചെയ്തതിന് ശേഷം ജീപ്പ് കൂടുതൽ ഭംഗിയായി. അപ്പോഴാണ് ഞാൻ പല നിറത്തിലുള്ള ഫിലമെൻ്റ് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്തതിനെ കുറിച്ച് അറിയുന്നത്. ബാംബു ലാബ് P1S എന്ന പ്രിൻ്ററിൽ 4 വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാം. ഞാൻ ഇത് ഉപയോഗിച്ച് എൻ്റെ പ്രിൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഡിസൈൻ നേരത്തെ ഉണ്ടാക്കിയത് തന്നെയാണ്, പക്ഷേ സ്ലൈസിങ്ങിന് ബാംബു സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചത്. ഇതിൽ ജീപ്പിൻ്റെ ഏത് ഭാഗം ഏത് കളർ വേണം എന്നതെല്ലാം നമുക്ക് തീരുമാനിക്കാം. ആകെ പ്രിൻ്റ് ചെയ്യാൻ ഇതിൽ കാണിച്ച സമയം ഏതാണ്ട് 13 മണിക്കൂറാണ്. അതിനുശേഷം സ്ലൈസ് ചെയ്ത ഫയൽ പ്രിൻ്ററിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ പ്രിൻറ്റിംഗ് തുടങ്ങി. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ കാണുന്നതൊക്കെ സപ്പോർട്ടാണ്. ഇതെല്ലാം മാറ്റണം. സപ്പോർട്ട് മാറ്റുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് പ്രിൻ്റ് ചെയ്ത ജീപ്പ്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായില്ലേ? 3D പ്രിൻറ്റിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം 3D പ്രിൻറ്റിംഗ് ഉപയോഗിച്ച് ചെയ്തതാണ്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്തു നോക്കാം. നന്ദി.